ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരു വൃദ്ധൻ രോഗശയ്യയിൽ കിടക്കുകയാണ്. ലോകത്തോട് വിടവാങ്ങുവാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് അയാൾക്ക് തോന്നി. വികാരിയച്ഛനെ വിളിച്ച് പ്രാർത്ഥന നടത്തണമെന്ന് ആഗ്രഹിച്ചു. ഒരു ദിവസം വികാരിയച്ഛൻ അതിലെ പോകുന്നത് കണ്ട് തനിക്ക് വേണ്ടി 1 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പോകുവാൻ ആ വൃദ്ധൻ തൻ്റെ മകനെ പറഞ്ഞയച്ചു. എന്നാൽ ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുവാൻ തിടുക്കത്തിൽ പോവുകയാണെന്നും നാളെ അതിരാവിലെ വന്ന് പ്രാർത്ഥന നടത്താമെന്നുമായിരുന്നു അച്ഛൻ്റെ മറുപടി. പക്ഷേ ഒരു നിമിഷത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദാഹിച്ച ആ വൃദ്ധൻ്റെ ആത്മാവ് പുരോഹിതനെ കാത്തു നിൽക്കാതെ പറന്നു പോവുകയാണ് ഉണ്ടായത്. അവസരം ആരെയും കാത്തു നിൽക്കുന്നില്ല. അവസരവും കടൽത്തിരയും ആരെയും കാത്തു നിൽക്കില്ല. ഈ യാഥാർത്ഥ്യം അർഹിക്കുന്ന ഗൗരവത്തോടെ നാം ചിന്തിക്കാറില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുവാനാണ് ദൈവം മനുഷ്യന് അവസരങ്ങൾ നൽകുന്നത്. ഒരുവന് ലഭിക്കുന്ന അവസരങ്ങളുടെ ആകെ തുകയ്ക്ക് മനുഷ്യായുസ് എന്നു പറയുന്നു. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നുണ്ട്? ദൈവം നമ്മെ ഏൽപ്പിച്ച നിധിയാണ് അവസരങ്ങൾ. വിനോദം മനുഷ്യൻ്റെ കർമ്മശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപാധിയാണെങ്കിലും സമയം പാഴാക്കുന്ന പദ്ധതിയാണ്. കൂടുതൽ മെച്ചമായി ഉപയോഗിക്കാമായിരുന്ന ഏതൊരു അവസരവും പാഴായിപ്പോയതായി വേണം കണക്കാക്കുവാൻ. സമയമെന്ന ഈ അളവുകോൽ കൊണ്ട് അളന്നാൽ നാം പ്രയോജനപ്പെടുത്തിയെന്ന് അവകാശപ്പെടുന്ന പല അവസരങ്ങളും പാഴായിപ്പോയതായി കണക്കാക്കേണ്ടി വരും. നമ്മുടെ മുൻപിലെത്തുന്ന അവസരങ്ങളോട് നാളെയാകട്ടെ എന്ന് അവധി പറയാറില്ലേ? നാളെ വരെ ആ അവസരം നമ്മെ കാത്തു നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? നാളെയാകട്ടെ എന്ന് അവധി പറയുന്നവരെ മറികടന്ന് അവസരങ്ങൾ അപ്രത്യക്ഷമാകുന്നു. ഓർക്കുക, ഈ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല. ഈ ദിവസത്തെ എനിക്ക് തന്നിരിക്കുന്നത് വിശ്വസ്തനായ ഒരു കാര്യസ്ഥനെ പോലെ ഞാൻ പ്രവർത്തിക്കുമെന്ന ആഗ്രഹത്തോടെയാണ്. ഈ ദിവസം എന്നെ നയിക്കുവാൻ ഒരു വഴികാട്ടിയുണ്ട്. തെറ്റുപറ്റാതെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന എൻ്റെ ദൈവം. സങ്കീർത്തനം 118:24. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്നു നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.